എല്ലാവർക്കും നമസ്കാരം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ മനുഷ്യന്മാരും ഏതെല്ലാം രീതിയിലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കാശുണ്ടാക്കുക എന്നുള്ളത് ചിന്തിക്കാത്ത മനുഷ്യന്മാര് കുറവായിരിക്കും. ഏതെല്ലാം രീതിയിലാണ് നമുക്ക് കാശുണ്ടാക്കാൻ പറ്റുക, ഏതെല്ലാം ബിസിനസ്സുകൾ നമ്മൾ ചെയ്യുക, ഇങ്ങനെ ചിന്തിക്കാത്ത മനുഷ്യന്മാർ വളരെ കുറവായിരിക്കും. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ എന്താണ് ചെയ്യാറ്? നമ്മൾ നേരെ, എൻ്റെ ഒരു അനുഭവം എന്താണ് ഞാൻ പറയുന്നത്, നേരെ യൂട്യൂബിൽ പോകും. യൂട്യൂബിൽ പോയിട്ട് പാർട്ട് ടൈം ജോബ്സ് അല്ലാച്ചെങ്കിൽ കാശുണ്ടാക്കുന്ന രീതികളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ, അതല്ലാച്ചെങ്കിൽ ചില ആൾക്കാർ ബിസിനസ് തളർന്നിട്ട് വളരെ ഡിപ്രഷനായിട്ടിരിക്കുന്ന വ്യക്തികൾ, അവരുടെ മോട്ടിവേഷൻസ്, അവർ കൂടുതലും കേൾക്കും മോട്ടിവേഷൻ ക്ലാസ്സുകൾ, ഡിപ്രഷൻ എല്ലാം വന്നിട്ടുള്ളവർ, അതല്ല ചിലങ്ങൾ ബിസിനസ് തളർന്നു പോയിട്ടുള്ള ആൾക്കാർ പുതിയൊരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യും, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ടാവും ആ ചിന്തകൾ. പക്ഷെ ആ ചിന്തകളുടെ എല്ലാം പശ്ചാത്തലത്തിൽ നമ്മൾ പോകുന്നത് നേരെ യൂട്യൂബിലേക്കാണ്. യൂട്യൂബിൽ പോയിട്ട് എങ്ങനെ നമുക്ക് ഇതിനെല്ലാം കവർ ചെയ്യാൻ പറ്റും എന്നുള്ള എൻക്വയറിയിൽ നമ്മൾ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ കാണും. അങ്ങനെ അതിൻ്റെ ഒരു ഫലമായി തന്നെയാണ് എൻ്റെ ചിന്താഗതിയിലും ഞാനും ഇതുപോലെ കുറച്ച് വീഡിയോകളെല്ലാം കാണാനിടവന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ഞാൻ ഒരുപാട് വ്യക്തികളുടെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കാനിട വന്നിട്ടുണ്ട്, ഒരുപാട് വ്യക്തികളുടെ. പക്ഷെ അതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം. ഇത് നിങ്ങൾക്ക് ശരിയാണെന്ന് തീർച്ചയായും നിങ്ങൾ അതിൻ്റെ കമൻറ്റിൽ പറയണം. മറ്റൊന്നുമല്ല, ഏത് മോട്ടിവേഷൻസിൻ്റെ യൂട്യൂബ് പറയുന്ന ആളുകളായാലും അവർ അവരുടെ വിജയത്തിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞു വന്നു കഴിയുമ്പോൾ അവരുടെ പശ്ചാത്തലങ്ങൾ, അവർ വളർന്നു വന്നിട്ടുള്ള രീതികൾ പറയും. നിങ്ങൾക്കത് അനുഭവപ്പെട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അവർ ഒരു വളരെ നഷ്ടത്തിൽ നിന്ന് അവർ എങ്ങനെയാണ് അതിനെ റിക്കവർ ചെയ്ത് ഒരു ഉയർന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുമ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ, എല്ലാവരും പറയുന്ന കാര്യങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു കാര്യം മാത്രമാണ്. എന്താണ്? യഥാർത്ഥമായിട്ടുള്ള കൃത്യനിഷ്ഠതയോടുകൂടെയുള്ള ഒരു ജീവിത രീതി. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം അതിൻ്റെ ഒരു ഫൈനൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കൃത്യനിഷ്ഠതയോടുകൂടെയുള്ള ഒരു ജീവിത രീതി ഏത് മനുഷ്യനാണോ ജീവിതത്തിൽ പകർത്തുന്നത് അവന് ജീവിതത്തിൽ വിജയം ഉറപ്പാണ്. കൃത്യനിഷ്ഠതയോടുകൂടെയുള്ള നല്ല രീതിയാണ് പറയുന്നത്, അല്ലാതെ പൊട്ടകാര്യല്ല. പ്രകൃതിയിൽ, നമ്മളുടെ മനുഷ്യന്മാരിൽ നമ്മൾ പഠിച്ചു വളർന്നിട്ടുള്ള കാര്യങ്ങളിൽ അതിൻ്റെ എല്ലാ പശ്ചാത്തലത്തിലുള്ള കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടെയുള്ള ഒരു ജീവിത രീതി ഏത് മനുഷ്യരിലാണോ ഉള്ളത് അവനിലെ ജീവിതം, അവനിലെ വിജയം ഉറപ്പാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതെന്താണ് കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ജീവിതം? അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയാണ്. ഇവിടെ ജാതി മത ഭേദമന്യേ ഓരോ ജാതിയും, എല്ലാവർക്കും ഓരോ ജാതികളെല്ലാം പലരും പറയുന്നുണ്ടല്ലോ, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിംസ്, പലരും പല ജാതികളായിട്ട് ഓരോ മനുഷ്യന്മാരിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ വിശ്വാസങ്ങളെല്ലാം, ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ എല്ലാ കർമ്മങ്ങളും ചെന്നെത്തുന്നത് ഒരു ദിശയിലേക്ക് തന്നെയാണ്. അവിടെയാണ് ഞാൻ കൃത്യനിഷ്ഠയുടെ കാര്യങ്ങൾ പറയുന്നത്.
ഒരു മനുഷ്യൻ അവൻ ദൈവത്തിനെ വിളിക്കുന്ന കാര്യത്തിൽ ഉണ്ടാവുന്ന ആ ഒരു കൃത്യനിഷ്ഠത, അവിടെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഇല്ല. ഏത് മനുഷ്യനായാലും അവൻ ദൈവത്തിനെ വിളിക്കുന്ന രീതി, കളങ്കമില്ലാത്ത രീതി ഏതൊരു മനുഷ്യനിലാണോ ഉള്ളത്, അവിടെ വിജയം ഉറപ്പാണ്. സത്യസന്ധതയോടുകൂടെയുള്ള ആത്മാർത്ഥമായിട്ടുള്ള അവന്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ള ഒരു കാര്യമാണ് പറയുന്നത്. ആത്മാർത്ഥതയോടുകൂടെയുള്ള സ്വന്തം മനസ്സിനോട് നിങ്ങൾ ചോദിക്കണം, ഞാൻ ദൈവത്തിനെ വിളിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും കളങ്കമുണ്ടോ എന്ന് സ്വന്തം മനസ്സിനോട് ഓരോ മനുഷ്യനും ചോദിക്കണം. അല്ലാതെ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടല്ല, സ്വന്തം മനസ്സിനോട് ചോദിക്കുക, ഞാൻ ദൈവത്തിനെ വിളിക്കുന്നത് അത് ശരിയായിട്ടാണോ എന്നുള്ളത്, ആത്മാർത്ഥമായിട്ടാണോ എന്നുള്ളത്. എങ്ങനെയാണ് ആത്മാർത്ഥമായിട്ട് ദൈവത്തിനെ വിളിക്കുക? ആത്മാർത്ഥമായിട്ട് ദൈവത്തിനെ വിളിക്കുക എന്ന് പറയുന്നത് അതിൽ കളങ്കമുണ്ടാവാൻ പാടില്ല. കളങ്കമില്ലാതെ ഏതൊരു മനുഷ്യനാണോ ദൈവത്തിനെ വിളിക്കുന്നത്, ദൈവത്തിൽ നിന്നും ആ അദൃശ്യ ശക്തിയിൽ നിന്നും അതിൻ്റെ പ്രതിഫലം ഉറപ്പാണ് ആ മനുഷ്യന്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഒരുപാട് ആളുകൾ വളരെ സമയം ദൈവത്തിൽ മാത്രം ആഴ്ന്നിറങ്ങിയിരിക്കുന്നുണ്ട്. പക്ഷേ അവന്റെ മുന്നിൽ വിജയമില്ല. അവന്റെ മുന്നിൽ